ചില സമയങ്ങളുണ്ടല്ലേ മനുഷ്യൻ, അപ്പോഴാണ് അതുവരെ ആരും അറിയാതിരുന്ന ആളുകളിൽ നിന്ന് പെട്ടെന്ന് അല്ലെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ഫീലിൽ വരിക. അവരുടെ കല അല്ലെങ്കിൽ അവരിലെ പ്രതിഭയൊക്കെയാണ് അവരെ അങ്ങനെ പൊതുജനങ്ങളുടെ സമക്ഷം എത്തിക്കുക. അത് അങ്ങനെ ആളുകളുടെ കയ്യടി ഏറ്റുവാങ്ങുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ് തൃശ്ശൂർ തൃക്കൂർ സ്വദേശിയായ പറമ്പൻ വിൽസൺ. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പാട്ട് പാടി. ആ പാട്ട് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. MG ശ്രീകുമാർ ഏറ്റെടുത്തു. അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ള ആ പാട്ടാണ്. അതിമനോഹരമായിരുന്നു. ഒരുപാട് കഷ്ടപ്പാടുകളും അല്ലേ പരാധീനതകളൊക്കെ കാരണം അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ അങ്ങനെ സംഗീതമൊന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കലയുണ്ട് എന്ന് അദ്ദേഹം ആ പാട്ട് പാടുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പൂവണിക്കാടിനു ചാരെ പുണ്യാഹ കളവ് പുലരും സമതൻ സുന്ദരശീല് സ്വാമിക്ക് പമ്പയൊരു പൂണൂലേ ആത്മാവല്ലയോ കോവിലേ സ്വാമിക്ക് പമ്പയൊരു പൂണൂലേ ആത്മാവല്ലയോ കോവിലേ പുഴയോരം പകരുന്നു കുളിരാർന്ന കീർത്തനം അറിയണം അടിയന്റെ സങ്കടം സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ അതിഹാരസാരമേ കർപ്പൂര പ്രിയരേ സിന്ദൂരവർണ്ണനേ സ്വാമിയേ ഹരിഹാരസാരമേ കർപ്പൂര പ്രിയനേ സിന്ദൂരവർണ്ണനേ സ്വാമിയേ. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് അല്ലേ ഗുരുവായൂരപ്പനെ കുറിച്ചുള്ളൊരു പാട്ട് പാടി. ഗുരുവായൂർ കൃഷ്ണൻ എന്നൊരു പാട്ടുകാരൻ അദ്ദേഹം ഇങ്ങനെ കറയ്ക്ക് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ പാടിയത് വലിയ ഇതേപോലെ വൈറലായതാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വീണ്ടും നമ്മൾ കേട്ടതാണ്. അതുപോലെ ഇദ്ദേഹവും രംഗത്ത് വരികയാണ്. പ്രത്യേകിച്ച് മണ്ഡലകാലത്ത് തന്നെ അയ്യപ്പനെ കുറിച്ചുള്ള പാട്ട് ശ്രദ്ധ നേടുന്നു എന്നതാണ്. ഒരുപാട് കയറ്റിറക്കങ്ങളുള്ള പാട്ടാണ്. അതിമനോഹരമായി അദ്ദേഹം പാടുന്നത്. പ്രദീപ് ജോസഫ് ഉണ്ട്. പ്രദീപ്, ഓരോ സമയമാണ് അദ്ദേഹത്തിന് ഈ സമയത്തെങ്കിലും ഇങ്ങനെ ഒരു സന്തോഷം കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ കലയെ അല്ലേ ജനങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്നത്. അതൊരു വലിയ അദ്ദേഹത്തിന് 2025 നൽകുന്ന ഒരു സമ്മാനമായിരിക്കും. തൃശ്ശൂർ പുതുക്കാട് തൃക്കൂരിനടുത്ത് ആദൂർ സ്വദേശിയാണ് പറമ്പൻ വിൽസൺ. പറമ്പൻ വിൽസൺ ഇന്ന് നാട്ടിലെ താരമാണെന്ന് മാത്രമല്ല സാമൂഹിക മാധ്യമങ്ങളിലെ നല്ല റീച്ചുള്ളൊരു താരം കൂടിയാണ്. കഥ ഇങ്ങനെയാണ്. വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ബാല്യത്തിലാണ് ഈ വിൽസൻ്റേത്. സംഗീതം പഠിക്കണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സാമ്പത്തിക പരാധീനതകൾ മറ്റ് പ്രതിബന്ധങ്ങൾ ഒക്കെ കൊണ്ട് സംഗീതം പഠിക്കാൻ സാധിച്ചില്ല. ഏതാനും ഒരു 9 മാസക്കാലം തൃശ്ശൂരിൽ ഒരു ഭാഗവതരുടെ കീഴിൽ സംഗീതം പഠിക്കുകയും ചെയ്തു. അതിനുശേഷവും പാട്ടുകൾ മൂളിപ്പാട്ടുമൊക്കെ പാടി നടന്നിരുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ പ്രാരാബ്ദങ്ങളോട് മല്ലിട്ട് നീങ്ങുന്നു. ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ തൃക്കൂർ പഞ്ചായത്ത് ഓഫീസിൽ സുഹൃത്തായ സൈമൺ നമ്പാടനെ കാണാൻ വേണ്ടിയാണ് വിൽസൺ എത്തുന്നത്. അവിടെ എത്തുമ്പോൾ പരിചയക്കാരനായ പഞ്ചായത്തിലെ ജീവനക്കാരൻ ഹരി ഉണ്ടായിരുന്നു. ഹരിയുടെ ആവശ്യപ്രകാരം വിൽസൺ ഒരു പാട്ട് പാടുന്നു. സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ എന്ന പ്രശസ്തമായ അയ്യപ്പ ഭക്തിഗാനമാണ് വിൽസൺ ആലപിച്ചത്. ഈ പാട്ട് മറ്റൊരു ജീവനക്കാരനായ സുധീഷ് മൊബൈലിൽ പകർത്തുന്നു. ജീവനക്കാരിയായ ജിത ഇത് സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുന്നു. പിന്നെ വിൽസൺ നിലം തൊട്ടിട്ടില്ല എന്ന് പറയാം. പാട്ടിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറക്കുകയാണ്. MG ശ്രീകുമാർ അത് സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു. അതോടുകൂടി പറയാനില്ല, അതുവരെ കേൾക്കാതിരുന്ന ആളുകൾ കൂടി കേട്ടു. അങ്ങനെ ദിവസവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിന്റെ കയ്യടിയും ഒക്കെ അദ്ദേഹത്തിന് ഇനി അങ്ങോട്ടേക്ക് കുറച്ചുകൂടി സംഗീതത്തിൽ സഞ്ചരിക്കാൻ കഴിയട്ടെ. മനോഹരമായ പാട്ടുകാരനാണ്. അപ്പോൾ 25 ഒരു പ്ലാറ്റ്ഫോം ഇട്ട് തന്നിരിക്കുന്നു. 26 അല്ലേ അതിൽ നിന്നുകൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും ചേട്ടാ.